കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയമായ സേവനമനുഷ്ഠിക്കുന്ന ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ നടന്ന വളരെ ദാരുണമായ ആ അനുഭവങ്ങൾ, ഒരു വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷഭരിതമായ അവസ്ഥ നമ്മെ എല്ലാവരെയും കൂടുതൽ ഉത്കണ്ഠാകുലരും ദുഃഖിതരുമാക്കുന്നു. ഈ ദേശത്തിൻ്റെ കെട്ടുപണിയിലും ഇതിൻ്റെ സമുദ്ധാരണത്തിലും ഏറെ ശ്രദ്ധയോടെ സമർപ്പണ ബുദ്ധിയോടുകൂടി വിദ്യാഭ്യാസ പുരോഗതിക്കായി പരിശ്രമിച്ചിട്ടുള്ള ഒരു സമൂഹമെന്ന നിലയിൽ ഈ ആശങ്ക വളരെ വലുതാണ്. ഒരു സംഭവം നടന്നാൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകണം, അതിൽ നീതിയുക്തമായ നടപടികൾ ഉണ്ടാകണം. അതിൽ സഭയ്ക്ക് പൂർണ്ണമായ അഭിപ്രായമാണുള്ളത്. പക്ഷേ സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് വളരെയേറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് പോലെ, ഒരു ആസൂത്രിതമെന്നതുപോലെയുള്ള നടപടികൾ ഒരു ബൗദ്ധികമായി വളർന്ന ഒരു സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ലല്ലോ. ഈ സംഭവത്തിൽ ആ നിര്യാതയായ പെൺകുട്ടിയുടെ, വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടുമൊക്കെയുള്ള സഭയുടെ ബന്ധം കാഞ്ഞിരപ്പള്ളി രൂപത പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. രൂപത ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ നീതിയുക്തമായ നടപടികളാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതി, കേരള സഭ ഒന്നായി ഈ വിഷയത്തിൽ സർക്കാരിനോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നത്, പ്രകാരമുള്ള സ്ഥാപനങ്ങൾ എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സംരക്ഷണം, അത് ഞങ്ങൾ സർക്കാരിനോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്നത് നമ്മളുടെ സാമൂഹികമായ മുന്നേറ്റത്തിന്, വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിനാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധ, നീതിപൂർവമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഏറെ വിനയത്തോടെ ഗവൺമെൻറ്റിൻ്റെ പക്ഷം സമർപ്പിക്കുന്നു. നീതിപൂർവമായ അന്വേഷണത്തിനും നടപടികൾക്കും സഭ പൂർണ്ണമായ പിന്തുണ അറിയിക്കുന്നു. അതുപോലെ തന്നെ അവിടെ പൂർണ്ണമായ സമാധാനം, ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷം അത് നിലവിൽ കൊണ്ടുവരണം എന്നതും സഭയുടെ ആവശ്യമായി മുൻപോട്ട് വയ്ക്കുന്നു. ദേശത്തിൻ്റെ പുരോഗതിക്ക് ഈ സഭാ സമൂഹം, ക്രൈസ്തവ സഭകൾ എപ്പോഴും മുൻപിലുണ്ടാകും എന്നത് വിനയത്തോടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. ഈ ജനവിഭാഗത്തിൻ്റെ സംരക്ഷണം, സ്ഥാപനങ്ങളുടെ സംരക്ഷണം, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ആ കാര്യത്തിൽ ഉത്തരവാദിത്തപൂർണമായ, നീതിപൂർവമായ നടപടികൾ സ്വീകരിച്ച് ഭയാശങ്കകൾ ഒഴിവാക്കണം.